ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം യൂട്യൂബ് ചാനലിലേക്ക് ജ്യോതിഷത്തിൽ താല്പര്യവും വിശ്വാസമുള്ള ഏവരെയും സ്വാഗതം ചെയ്യും. 2026 ജൂൺ ആദ്യ പകുതിയിൽ തുലാക്കൂറിൽ ജനിച്ചവർ അനുഭവിക്കാൻ ഇടയുള്ള ചാരഫലം എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ചിത്തിര, അര, ചോതി, വിശാഖ, മുക്കാല് എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിൽ ഉൾപ്പെടുന്നത്. ആദ്യമായി ഗ്രഹസ്ഥിതി പരിശോധിക്കാം. സൂര്യൻ ഇടവൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ചൊവ്വ മേടൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ബുധൻ മിഥുൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. വ്യാഴം 1-ാം തീയതി മിഥുൻ രാശിയിലും അതിനുശേഷം കർക്കിടകം രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ശുക്രൻ 8-ാം തീയതി വരെ മിഥുൻ രാശിയിലും അതിനുശേഷം കർക്കിടകം രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ശനി മീനൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. രാഹു കുംഭൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. കേതു ചിങ്ങൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇതാണ് പ്രധാന ഗ്രഹസ്ഥിതി. ഈ കൂറുകാരെ സംബന്ധിച്ച് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് 8-ാം ഭാവത്തിലാണ്. അഷ്ടമത്തിലെ സൂര്യൻ ചാരവശാൽ അത്ര അനുകൂലമല്ല. 8-ാം ഭാവത്തിൽ ചെയ്യുന്ന സൂര്യന്റെ ചാരഫലം അനുസരിച്ച് മറ്റുള്ളവർക്ക് തങ്ങളോട് താല്പര്യം കുറയുവാൻ സാധ്യതയുണ്ട്. തങ്ങളുടെ എല്ലാ പ്രവർത്തനത്തിലും വിജയത്തിലും മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ അധികാരി വർഗത്തിൽ നിന്നും പ്രതികൂലമായ ഉത്തരവുകൾ വരുവാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും പരാതികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ സർക്കാരിലോ തദ്ദേശ സ്ഥാപനങ്ങളിലോ എന്തെങ്കിലും നടപടിക്രമങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് എതിരായ തീരുമാനങ്ങളായിരിക്കും വരാൻ പോകുന്നത്. അതുപോലെ രോഗഭയവും ഈ കൂറുകാർക്ക് അനുഭവപ്പെട്ടേക്കാം. ചില രോഗലക്ഷണങ്ങളൊക്കെ കാണുവാൻ സാധ്യത ഉണ്ട്. സൂര്യന്റെ അനിഷ്ടസ്ഥിതി മൂലം അനുഭവിക്കാൻ സാധ്യതയുള്ള ദോഷഫലങ്ങൾ ഇല്ലാതാക്കുന്നതിന് മഹാദേവന് ധാര കഴിച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. ചൊവ്വ സ്ഥിതി ചെയ്യുന്നത് 7-ാം ഭാവത്തിലാണ്. 7-ാം ഭാവത്തിലെ ചൊവ്വയുടെ ചാരഫലം നയനരോഗം, ഉദരരോഗം, അതുപോലെ കുടുംബകലഹം, ഇതൊക്കെ 7-ാം ഭാവത്തിലെ ചൊവ്വയുടെ ചാരഫലമാണ്. എന്നാൽ മേടത്തിൽ ചൊവ്വ സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ ദോഷഫലങ്ങളൊന്നും അനുഭവപ്പെടുന്നതല്ല. സ്വക്ഷേത്ര ബലവാനായ ചൊവ്വ കൂടുതൽ ഗുണഫലങ്ങൾ നൽകും. പ്രത്യേകിച്ച് 7-ാം ഭാവത്തിന് കൂടുതൽ പുഷ്ടി അനുഭവപ്പെടും. ദാമ്പത്യപരമായി കൂടുതൽ മെച്ചം അനുഭവപ്പെടും. ദാമ്പത്യ ബന്ധത്തിൽ കൂടുതൽ ദൃഢത ഉണ്ടാകുന്നതാണ്. കൂട്ടുകക്ഷി ബിസിനസ് നടത്തുന്നവർക്കൊക്കെ അതിൽ നിന്ന് കൂടുതൽ മെച്ചം പ്രതീക്ഷിക്കാം. യാത്രകൾ കൊണ്ട് കൂടുതൽ ലാഭം ഉണ്ടാകും. വിവാഹ ആലോചനകളൊക്കെ നടക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനങ്ങളിൽ എത്തുവാൻ കഴിയും. ബുധൻ ഇവർക്ക് ചെയ്യുന്നത് 9-ാം ഭാവത്തിലാണ്. 9-ാം ഭാവത്തിലെ ബുധന്റെ ചാരഫലം ഈ കൂറുകാർക്ക് അനുകൂലമല്ല. രോഗദുരിതങ്ങൾ അനുഭവപ്പെടും എന്നുള്ളതാണ് 9-ാം ഭാവത്തിലെ ബുധന്റെ ചാരഫലം. എന്നാൽ ബുധനും ഇവിടെ സ്വക്ഷേത്ര ബലവാനാണ്. സ്വക്ഷേത്ര ബലവാനായ ബുധൻ ഈ കൂറുകാർക്ക് കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ നൽകും. പ്രത്യേകിച്ച് പിതാവിന് കൂടുതൽ മെച്ചപ്പെട്ട ആരോഗ്യം അനുഭവപ്പെടും. പിതൃ സ്വത്ത് ലഭിക്കാനുള്ളവർക്ക് അതൊക്കെ ലഭിക്കാനുള്ള അനുകൂല സമയമാണ്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും ഉദ്യോഗ കാര്യത്തിലും ഒക്കെ തങ്ങൾക്ക് അനുകൂലമായ ചില നടപടികളൊക്കെ മുന്നോട്ട് നീങ്ങുവാൻ സാധ്യതയുണ്ട്. രോഗദുരിതങ്ങൾ വന്ന് ബുദ്ധിമുട്ടുന്നവർക്ക് അതിനൊക്കെ ഒരു ആശ്വാസം കണ്ടെത്താൻ കഴിയും. വ്യാഴം ഇവർക്ക് 1-ാം തീയതി സ്ഥിതി ചെയ്യുന്നത് 9-ാം ഭാവത്തിലാണ്. 9-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴത്തിന്റെ ചാരഫലം വലിയ ഗുണങ്ങളാണ് നൽകുന്നത്. ഭാര്യാലബ്ധി, സന്താനലബ്ധി, ധനലാഭം, അതുപോലെ കർമ്മസിദ്ധി, ആജ്ഞാശക്തി, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം ഉണ്ടാകുക, ഇതൊക്കെ 9-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴത്തിന്റെ ചാരഫലമാണ്. ഇത്തരം ഗുണാനുഭവങ്ങളൊക്കെ ഈ കൂറുകാർക്ക് 1-ാം തീയതി തന്നെ അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി വിവിധ മേഖലയിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനും അതിലൂടെ കൂടുതൽ പുണ്യം സമ്പാദിക്കുന്നതിനും ഇവർക്ക് അവസരം ലഭിക്കും. 2-ാം തീയതി മുതൽ വ്യാഴം ഇവർക്ക് 10-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 10-ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ ചാരഫലം അനുകൂലമല്ല. പക്ഷേ 10-ാം ഭാവം ഇവിടെ കർക്കിടകം രാശിയാണ്. വ്യാഴം ഉച്ചത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉച്ചസ്ഥനായ വ്യാഴം അതീവ ബലവാനായിട്ട് ധാരാളം ശുഭഫലങ്ങൾ ഈ കൂറുകാർക്ക് നൽകും. കർമ്മരംഗത്ത് പ്രത്യേകിച്ചും കൂടുതൽ പുഷ്ടി അനുഭവപ്പെടും. തൊഴിൽപരമായിട്ട് കൂടുതൽ ഗുണഫലങ്ങൾ വന്നു ചേരും. തൊഴിൽ രംഗത്ത് ഉണ്ടായിരുന്ന അസ്വസ്ഥതകളൊക്കെ ഇല്ലാതാവും. പ്രൊമോഷനുകളോ സ്ഥലമാറ്റമോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അനുകൂല സമയമാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനനുകൂല സമയമാണ്. ഈ കൂറുകാരെ സംബന്ധിച്ച് 10-ാം ഭാവത്തിൽ ചെയ്യുന്ന വ്യാഴത്തിന്റെ 5-ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി ഇവരുടെ 2-ാം ഭാവത്തിലേക്കാണ് അനുഭവപ്പെടുന്നത്. 2-ാം ഭാവം ധനഭാവമാണ്, കുടുംബഭാവമാണ്. അപ്പോൾ കുടുംബത്തിൽ കൂടുതൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരും.
അതുപോലെ കുടുംബ സ്വത്തുകൾ ലഭിക്കാനുള്ളവർക്ക് അത് ലഭിക്കും. ധനപരമായിട്ട് വലിയ ഉയർച്ച ഇവർക്ക് പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസപരമായിട്ട് തികച്ചും അനുകൂലമായ സമയമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ഉദ്യോഗാർത്ഥികൾക്കും തങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്ന രീതിയിലുള്ള ഒരു ഉദ്യോഗം ലഭിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. ഇവരുടെ 4ാം ഭാവത്തിലേക്ക് അനുഭവപ്പെടുന്ന വ്യാഴദൃഷ്ടി 4ാം ഭാവത്തിന് കൂടുതൽ പുഷ്ടി നൽകുന്നതാണ്. മനസ്സിന് കൂടുതൽ സമാധാനം അനുഭവപ്പെടും. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒക്കെ കൂടുതലായി ഇവരെ സഹായിക്കുവാൻ മുന്നോട്ട് വരും. വാഹനത്തിന്റെ ക്രയവിക്രയം നടത്തുന്നവർക്ക് അതിൽ നിന്നും കൂടുതൽ ലാഭം ഉണ്ടാകും. പുതിയ വീട്, വാഹനം ഒക്കെ വാങ്ങുവാനുള്ള യോഗം ഇവർക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യാഴത്തിന്റെ 9ലേക്കുള്ള ദൃഷ്ടി ഇവർക്ക് 6ാം ഭാവത്തിലാണ് അനുഭവപ്പെടുന്നത്. 6ാം ഭാവം രോഗഭാവമാണ്, ശത്രുഭാവമാണ്. ശത്രുക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്ക് ഇല്ലാതാകും. രോഗദുരിതമൊക്കെ മാറി മെച്ചപ്പെട്ട ആരോഗ്യം കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കും. സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അതിൽ നിന്നും കൂടുതൽ മെച്ചം ഉണ്ടാകും. ശുക്രൻ ഇവർക്ക് 8ാം തീയതി വരെ 9ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 9ാം ഭാവത്തിൽ ചെയ്യുന്ന ശുക്രൻ ഇവർക്ക് ധാരാളം സാമ്പത്തിക നേട്ടം നൽകുന്നതാണ്. മാനസികമായി വലിയ ഉന്മേഷവും സന്തോഷവും ഇവർക്ക് അനുഭവപ്പെടും. അതുപോലെ എല്ലാ കാര്യങ്ങളിലും വിജയിക്കുവാൻ ഇവരെ കൊണ്ട് സാധിക്കും. എതിർലിംഗത്തിൽപ്പെട്ടവരുമായി കൂടുതൽ അടുത്ത് ഇടപെടുവാനും അങ്ങനെ സുഖാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുവാനും കഴിയുന്നതാണ്. പല വിധത്തിലുള്ള സുഖാനുഭവങ്ങൾ 9ാം ഭാവത്തിലെ ശുക്രൻ ഇവർക്ക് നൽകും. വീട്, വാഹനം, വസ്തു ഒക്കെ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. കുടുംബ സ്വത്തുക്കൾ ലഭിക്കാനുള്ളവർക്ക് തീർച്ചയായും ഈ മാസത്തിന്റെ ആദ്യ പകുതിയിൽ അത് ലഭിക്കാനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. 8ാം തീയതിക്ക് ശേഷം ശുക്രൻ 10ാം ഭാവത്തിലേക്ക് മാറും. 10ാം ഭാവത്തിലെ ശുക്രന്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമല്ല. സ്ത്രീകൾ നിമിത്തം കലഹമുണ്ടാകുവാനും ഇതിന്റെ പേരിൽ അപമാനങ്ങൾ ഏറ്റുവാങ്ങുവാനും സാധ്യത ഉണ്ട്. തൊഴിൽ സ്ഥലത്ത് സ്ത്രീകളുമായി ഇടപഴകുമ്പോൾ അവരുടെ സ്വഭാവങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കി വേണം പെരുമാറുവാൻ, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. വീട്ടിലും സ്ത്രീകളുമായി ഇടപഴകുമ്പോൾ പ്രത്യേകം ജാഗ്രത കൊടുക്കുന്നത് കുടുംബാന്തരീക്ഷം ഭദ്രമാക്കുവാൻ കൂടുതൽ സഹായിക്കും. സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചെന്ന് പെടാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ എപ്പോഴും ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരിക്കേണ്ടതാണ്. ശനി ഇവർക്ക് 6ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 6ാം ഭാവത്തിലെ ശനിയുടെ ചാരഫലം വളരെ അനുകൂലമാണ്. രോഗദുരിതങ്ങൾ അനുഭവിച്ചു വന്നവർക്ക് അതിൽ നിന്നും പെട്ടെന്ന് ഒരു മോചനം ഉണ്ടാകും. രോഗങ്ങൾ വന്ന് ചികിത്സ നടത്തി സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് രോഗങ്ങൾ അവസാനിപ്പിക്കുവാനും സാമ്പത്തിക നില മെച്ചപ്പെടുത്തുവാനും കഴിയുന്നതാണ്. ശത്രുക്കൾ മൂലമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാതാകും. ശത്രുക്കളൊക്കെ മിത്രങ്ങളായി മാറുകയും വലിയ സഹായങ്ങൾ അവരിൽ നിന്നും ലഭിക്കുകയും ചെയ്യുന്നതാണ്. സർവ്വകാര്യത്തിലും വിജയം നേടുവാൻ 6ാം ഭാവത്തിലെ ശനി ഈ കൂറുകാരെ സഹായിക്കും. വളരെ കാലമായി ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാൻ ഇവർക്ക് അവസരം ലഭിക്കും. ക്രയവിക്രയങ്ങളും വ്യവഹാരങ്ങളും ഇവർക്ക് തികച്ചും അനുകൂലമായിരിക്കും. സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കുവാൻ ഇവരെ കൊണ്ട് കഴിയുന്നതാണ്. 5ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു ഇവർക്ക് അത്ര അനുകൂലമല്ല. പുത്രസ്ഥാനമാണ്, ബുദ്ധിസ്ഥാനമാണ് 5ാം ഭാവം. അതുകൊണ്ട് സന്താനങ്ങളുമായിട്ട് വേർപെട്ട് കഴിയേണ്ട ഒരു അവസ്ഥ വരാനുള്ള സാധ്യതയുണ്ട്. ബുദ്ധിപരമായ വീഴ്ചകൾ കർമ്മരംഗത്ത് അനുഭവപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൂരദേശത്തോ അല്ലെങ്കിൽ വിദേശത്തോ പോയി ജോലി ചെയ്യുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. 11ാം ഭാവത്തിൽ ചെയ്യുന്ന കേതു ഇവർക്ക് തികച്ചും അനുകൂലമാണ്. പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഇവർക്ക് അനുഭവത്തിൽ വരും. സമൂഹത്തിൽ ഒരു നേതൃപദവി അലങ്കരിക്കാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട്. വലിയ ആജ്ഞാശക്തിയോടെ പ്രതാപിയായി കഴിയുവാനുള്ള അവസരം ഇവർക്ക് ലഭിക്കും. 10ാം ഭാവത്തിൽ ചെയ്യുന്ന ശുക്രന്റെ ദോഷഫലങ്ങൾ ഇല്ലാതാക്കുവാൻ ദുർഗാദേവിക്ക് അഷ്ടോത്തര പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. രാഹുവിന്റെ ദോഷങ്ങൾ ഇല്ലാതാക്കുവാൻ സർപ്പ ദൈവങ്ങൾക്ക് വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നത് സഹായിക്കും. ഇത് ചാരഫലം മാത്രമാണ്. ജനനസമയത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് ദോഷങ്ങളും ഗുണങ്ങളും അനുഭവപ്പെടുക. ജാതകവശാൽ എന്തെങ്കിലും ദോഷങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തി പരിഹാരം ചെയ്താൽ ദോഷഫലങ്ങൾ കുറയുവാനും ഗുണഫലങ്ങൾ കൂടുതൽ അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം.